ഇന്നത്തെ എൻ്റെ റെസിപ്പി നത്തോലി മുളകിട്ടതാണ്. നല്ല എരിവും പുളിയുമുള്ള നല്ലൊരു നത്തോലി മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 25 ചെറിയ ഉള്ളി നടുമുറിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊന്ന് വഴറ്റി കൊടുക്കട്ടോ. ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ്. ഇനി ഇത് ചെറുതീയിലിട്ടിട്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. എന്നിട്ടിത് ചെറുതീയിൽ നല്ലൊന്ന് വഴറ്റി കൊടുക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 2 തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളി ചേർക്കണം. ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നത്തോലി വറ്റിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ നത്തോലിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പുളിയൊക്കെ ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നത്തോലി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് 4 മിനിറ്റ് ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴേക്കും നത്തോലി വെന്ത് കിട്ടും. ചെറിയ മീനാണ്, പെട്ടെന്ന് വേവും. ഉടഞ്ഞൊന്നും പോകരുത്. വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ.
കണ്ടില്ലേ നത്തോലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.